ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം പലപ്പോഴും പറയുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു, നമ്മെ കരുതുന്നു. എന്നാൽ നമ്മെ കരുതുന്നത് എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് കർത്താവ് നമ്മെ കരുതുന്നു, ആരെയൊക്കെ കർത്താവ് കരുതും എന്നറിയുന്നതിന് മുമ്പായിട്ട് ഈ നമ്മെ കരുതുന്ന ഈ ദൈവം ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് അത് 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് വായിക്കാം. 1 തിമോഥെയോസ് 6-ന്റെ 15-16. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്കാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ താൻ മാത്രം അമർത്യമുള്ളവനാണ്. അതുപോലെ തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ കർത്താവ് വെളിപ്പാട് 1-ന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആദ്യവും അന്ത്യനുമാകുന്നു കർത്താവ്, അൽഫയും ഒമേഗയുമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ 4-26 നാം കാണുന്നത്, 1 യോഹന്നാൻ 4-ന്റെ 26-ാം വാക്യം 26-ാം വാക്യം 1 യോഹന്നാൻ 4-ന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ ദൈവം സ്നേഹവാനാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹവാനായ ദൈവം കർത്താവിൻ്റെ സ്വഭാവമാണ്. നമുക്ക് അത് 10-ാം വാക്യത്തിലും അത് കാണുന്നു. അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് സ്നേഹവാനാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹിക്കുന്നവനായിരിക്കണം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കർത്താവ് അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യനും അന്ത്യനുമാകുന്നു. അവൻ താൻ മാത്രം അമർത്യമുള്ളവനാകുന്നു, താൻ വെളിച്ചമാണ്. കർത്താവ് താൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മാത്രമല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം സ്നേഹമാകുന്നു എന്ന് നാം കണ്ടു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ എബ്രായലേഖനം 12-ന്റെ 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. ഈ ദൈവത്തെ യെശയ്യാപ്രവാചകനും യെഹെസ്കേൽ പ്രവാചകന്മാർ പലരും കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോശ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനും ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടവർക്ക് മാത്രമേ ദൈവം ആരാണെന്നും ആ ദൈവമാണ് എന്നെ കരുതുന്നത് എന്ന് ഓർക്കുമ്പോൾ സന്തോഷിക്കുവാനും പ്രത്യാശിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തെ യെശയ്യാപ്രവാചകൻ പറയുന്നത്, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇവിടെ കാണുന്ന, ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യെശയ്യാവ് ദൈവത്തിൻ്റെ മഹത്വത്തെ ഒന്ന് കാണുവാനായിട്ട് കണ്ടു. അപ്പോൾ യെശയ്യാവ് പറയാണ്, അപ്പോൾ അവിടെ ഉള്ള അവർ സറാഫുകൾ പറയാണ്, യഹോവ പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുകയാണ്. ഈ മഹത്വം കണ്ടതായിട്ടുള്ള യെശയ്യാ പ്രവാചകൻ്റെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ ദൈവത്തെ മുമ്പാകെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനെടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടാകണമെങ്കിൽ പ്രിയ സഹോദരിമാരെ, ഈ കർത്താവ് നാം ആശ്രയിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ഈ ദൈവം ആരാണെന്ന് നാം അറിയേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ യെശയ്യാ പ്രവാചകൻ കാണുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. താൻ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന് യെശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടപ്പോൾ സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം യെഹെസ്കേൽ കാണുമ്പോൾ അതിൽ യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നും അധ്യായത്തിൽ മുഴുവനും അതിൻ്റെ യെഹെസ്കേൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാം പുസ്തകം കംപ്ലീറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ യഹോവയുടെ മഹത്വം എന്താണെന്നും ആ മഹത്വമുള്ള ദൈവം എങ്ങനെയൊക്കെ ഉണ്ടെന്നും വർണ്ണിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമുക്കതിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം നമുക്കിന്ന് നോക്കാം. അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അത് തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടു കൊണ്ടിരുന്നു. അതിൻ്റെ തന്നെ അതിൽ 26 മുതലുള്ള വാക്യത്തിൽ വീണ്ടും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലുമാണ് വാക്യങ്ങൾ അത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അത് നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 25 മുതലുള്ള വാക്യത്തിൽ വീണ്ടും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന 26-ാം വാക്യം മുതൽ, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിൻ്റെ കാഴ്ച പോലെ സിംഹാസനത്തിൻ്റെ രൂപവും സിംഹാസനത്തിൻ്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യസാദൃശ്യത്തിലൊരു രൂപവും ഉണ്ടായിരുന്നു. അവൻ്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്രസ്വർണം പോലെ ഞാൻ കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിൻ്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. അവൻ എന്നോട്, മനുഷ്യപുത്രൻ, നിവർന്നു നിൽക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ഇവിടെ യെഹെസ്കേൽ പ്രവചൻ ആരാണ്? ഈ യെഹെസ്കേൽ പ്രവചൻ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഈ യെഹെസ്കേൽ പ്രവചൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ശരിയായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. 1-ാം അധ്യായത്തിൽ യഹോവയുടെ മഹത്വം അവൻ കണ്ടു. ദൈവം അവൻ തന്നെ താഴ്ത്തി. യഹോവയുടെ മഹത്വം കണ്ടപ്പോൾ അവൻ കവിണ് വീണു. അത് കണ്ടിട്ട് കവിണ് വീണു. അവിടെ യെശയ്യാ പ്രവാചകൻ കവിണ് വീണു. അവൻ്റെ ജീവൻ ഇല്ലാതെയായി തീർന്നു. അതുപോലെയുള്ള അവസ്ഥ അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, യെശയ്യാ പ്രവാചകൻ പറയും, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, അയ്യോ എനിക്ക് കഷ്ടമെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥമായിട്ട് യഹോവയുടെ മഹത്വം കണ്ടാൽ, യഹോവയുടെ മഹത്വത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ യഹോവയുടെ മഹത്വം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളതും, നാം സേവിക്കുന്ന കർത്താവ്, നമ്മെ രക്ഷിച്ച കർത്താവ്, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് വരുന്ന കർത്താവ് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും അവൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ ഈ ലോകത്തിൽ പ്രത്യാശയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മോശയും യോഹന്നാൻ സ്നാപകനും ഒക്കെ യഹോവയുടെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട്, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവിനെ ഈ ലോകത്തിൽ പിൻപറ്റുവാൻ, കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ,
കർത്താവിനോട് കൂടെ ചലിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം ഒന്നുമില്ലാത്തവരാണ്. നമുക്ക് ഇത്ര വലിയ രക്ഷ കിട്ടുവാൻ നമ്മൾ യാതൊരു രീതിയിലും ഇല്ലാത്തവരാണ്. എന്നാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു. അവൻ്റെ കൃപയാൽ മാത്രം. അതാണ് നമുക്ക് പറയുവാനുള്ളത്. യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ നാം ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി അവൻ്റെ കൃപ നമുക്കത് യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ജീവിപ്പാൻ, കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ, നമ്മൾ പ്രത്യാശയോടുകൂടെ നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.